ഇത് മാസ് മോട്ടോഴ്സിൽ ഹോണ്ട ആക്റ്റീവ 3G വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ജന സർവീസ് പിക്കപ്പ് കുറവുണ്ട്. അതായത് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ചാട്ടം, അതേപോലെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ടയറ് നമുക്കൊരു സൈഡ് വെട്ടി തേനായിട്ട് കംപ്ലയിൻ്റ് ഉണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, വാട്ടർ സർവീസ് ചെയ്യുക. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ സർവീസും ഓയിൽ മാറ്റി കിലോമീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 4000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ട ടൈമാണ്. നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. അയച്ച് ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറാണ് തന്നെ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ബ്രേക്ക് ചെയ്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലമില്ല. ബാക്കിൽ ടയറായാലും അത്യാവശ്യം കണ്ടീഷനാണ്, വേറെ പ്രോബ്ലമില്ല കേട്ടോ. ഈ സൈഡിൽ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഓയിൽ മയം കണ്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ആരംഭമാണ്. അത് നമുക്ക് അടുത്ത സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ വരാണെങ്കിൽ അടുത്ത സർവീസിൽ അഴിച്ചാൽ മതി. ആ ഓയിൽസിൽ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് അഴിക്കണം. ഏകദേശം ചുരുങ്ങിയത് നമുക്കൊരു 1000-1100 രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ കൂടുതൽ പ്രോബ്ലം ആയിട്ട് അഴിച്ചാലും മതി. നിലവിൽ ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എയർ ഫിൽറ്ററൊക്കെ നമുക്ക് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ടല്ലോ. എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കായിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്കപ്പിനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചേക്കണതാണ്. അപ്പോൾ നിലവിൽ ക്ലച്ചിനകത്തുള്ള കംപ്ലയിൻ്റാണ് നമുക്ക് വണ്ടി വലിയ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ. അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ വീലുകൾ ഡാമേജാണ്. റോളർ സെറ്റ് അത്രയും കൂടെ പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് ഈ 2 വീല് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. റീസെറ്റ് സ്ലൈഡൊക്കെ അതിൻ്റെ ഈ വന്ന ബുഷൊക്കെ പുതിയ ബുഷ് കിടക്കണം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 2 വീലുകൾ തേമാനം ഉണ്ടാകും, നമുക്ക് മാറ്റിയിടാം. ക്ലച്ചൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, നിലവിൽ കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ. പക്ഷേ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈയോടത് ബെൽറ്റ് മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. കാരണം ഈ റബ്ബർ ടൈപ്പ് ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാണ് പൊട്ടിപ്പോണേ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സർവീസിനായിട്ട് അഴിച്ചിട്ടുണ്ട്. കൂട്ടത്തിക്കടെ മാറ്റാണെങ്കിൽ നമുക്ക് ആ ബെൽറ്റ് എമൗണ്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് കൈയോടെ നമുക്കത് ചെയ്തു പോകും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമുക്ക് അഴിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വാൽവ് നല്ല രീതിയിൽ ലൂസായിട്ട് അടിക്കുന്ന സൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാനാണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ സെറ്റ് ചെയ്ത് തരണം. അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ആക്കണം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ട് ടയർ വെട്ടി തേണേൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ബുഷിൻ്റെ പ്രോബ്ലമാണ് മെയിനായിട്ട് നമുക്കൊരു തോന്നണുള്ളൂ. ലിങ്കിനൊന്നും വേറെ പ്രോബ്ലം ഇല്ല. സ്കൂട്ടർ മോഡലിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ് റൈറ്റ് സൈഡിൽ ഫ്രണ്ട് റൈറ്റ് ഭാഗം വെട്ടി തേയാന്നുള്ളത്. അത് നമ്മൾ മാറ്റുമ്പോൾ ടയർ റൊട്ടേഷനിലേക്ക് ചെയ്തിടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അതിന് ചെയ്യുമ്പോൾ ഇനി ടയർ മാറ്റുന്ന സമയത്ത് ആ രീതിയിൽ ചെയ്താൽ മതി. ബാറ്ററി നമ്മൾ പുതിയ ബാറ്ററി ഇരിക്കണേ 2025 ബാറ്ററിയാണ്. വോൾട്ട് ചെക്കപ്പൊക്കെ ഓക്കെയാണ് കേട്ടോ. ചെക്ക് ചെയ്യുന്ന സമയത്തിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടേണ്ടതാണ്. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ പ്ലഗും കൂടി മാറ്റിയിടാം. അതാണ് ഏറ്റവും സേഫ്. കാരണം അത് രണ്ടും 10000 കിലോമീറ്ററാണ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അയച്ചൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് കിലോമീറ്റർ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി കളയാട്ടോ. കാരണം അതുമ്പോഴുള്ള നഷ്ടം നോക്കരുത്. കാരണം ഓയിലൊക്കെ കറക്റ്റ് ടൈമിൽ മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കേട്ടോ.